രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിൽ കൂടുതൽ യുവതികളുടെ ഗർഭഛിത്രം നടത്താൻ നിർബന്ധിച്ചെന്ന് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം. ബംഗളൂരുവിലാണ് ഒരു യുവതിയെ ഗർഭഛിത്രത്തിന് വിധേയമാക്കിയതെന്നാണ് വിവരം. ചികിത്സാരേഖകൾ ശേഖരിക്കും. യുവതികളുടെ മൊഴി രേഖപ്പെടുത്താനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം. മൊഴി ലഭിച്ചില്ലെങ്കിൽ നിയമോപദേശം തേടും. റോഷിബാൽ നൽകും വിശദാംശങ്ങൾ. റോഷിബാൽ, ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ, പലതരത്തിലുള്ള പരാതികൾ ഉയർന്നപ്പോൾ തന്നെ വലിയൊരു സംഘം, രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന സംഘം പറയുകയായിരുന്നു, ഇത്തരത്തിലുള്ള ആളുകളെയില്ല, ഇങ്ങനെയുള്ള വ്യക്തികളെയില്ല, ഇതെല്ലാം ഗർഭഛിത്ര കഥകളൊക്കെ കെട്ടുകഥകളാണെന്ന്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ നിലവിലുള്ള കണ്ടെത്തലുകൾ ഗുരുതരമാണ്. അതിൽ 2 സ്ത്രീകൾ ഗർഭഛിത്രം നടത്തിയിട്ടുണ്ടെന്നുള്ള വിവരമാണല്ലേ ലഭിക്കുന്നത്? റോഷ്നി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് 2 പേർ ഗർഭഛിദ്രത്തിന് വിധേയമായിട്ടുണ്ട് എന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി, ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് 2 യുവതികളാണ് ഗർഭഛിദ്രത്തിന് വിധേയമായത്. അതിൽ ഒന്ന് ബംഗളൂരുവിലാണ്. ഇത് സംബന്ധിച്ച വിശദമായ രേഖകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ക്രൈംബ്രാഞ്ച് ചികിത്സ തേടിയ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അതിൽ ഒന്ന് ബംഗളൂരുവും ഒന്ന് തിരുവനന്തപുരവുമാണ്. 2 ആശുപത്രികളിൽ നിന്നും 2 യുവതികളുടെയും ചികിത്സാരേഖകൾ കണ്ടെടുക്കും. അതിനുശേഷം ഈ പെൺകുട്ടികളുടെ മൊഴി ശേഖരിക്കാനുള്ള ഒരുക്കത്തിലാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഏതായാലും കൂടുതൽ പെൺകുട്ടികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് വിധേയമാക്കാൻ നിർബന്ധിച്ചു എന്ന സൂചന ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ രഹസ്യ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. ഏതായാലും ഈ നിലവിൽ പരാതി നൽകിയ 13 പേരുടെ മൊഴി ശേഖരിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോവുക. പെൺകുട്ടികളുടെ മൊഴി കൂടി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ കടുത്ത വകുപ്പുകൾ ചേർക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിരിക്കുന്നത്. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഷാജിയാണ് കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ 2 ശബ്ദ സംഭാഷണങ്ങളും ടെലിഗ്രാം, വാട്സ്ആപ്പ് ചാറ്റുകളുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ ഗർഭഛിദ്രം നടത്താൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്നതും അസഭ്യം പറയുന്നതുമായ ശബ്ദ സംഭാഷണമാണ്. പെൺകുട്ടി പലഘട്ടത്തിലായി ഒരു കാരണവശാൽ ഗർഭഛിദ്രം ചെയ്യാൻ താൻ തയ്യാറല്ലെന്ന് പറയുന്നുണ്ട്. കുഞ്ഞിനോട് ആത്മബന്ധമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും തന്റെ രാഷ്ട്രീയ ജീവിതം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഗർഭഛിദ്രം നിർബന്ധമായും നടത്തണമെന്ന നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായിരുന്നു ആ ശബ്ദ സംഭാഷണം. ഏതായാലും ഇത് സംബന്ധിച്ച വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുകയാണ്. കൂടുതൽ പേരുടെ മൊഴി കൂടി എടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ട്. 3 വനിതാ മാധ്യമ പ്രവർത്തകരുടെ മൊഴി കൂടി രേഖപ്പെടുത്തും. അത് ഇരകളായ, പീഡനത്തിനിരയായ പെൺകുട്ടികളുമായി സൌഹൃദമുള്ള വനിതാ മാധ്യമ പ്രവർത്തകരാണ്. അവരിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടൽ കൂടി അന്വേഷണ സംഘത്തിനുണ്ട്. റോഷിവാൽ, ഇതിൽ നമ്മൾ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകയായ ലക്ഷ്മി പത്മ ഒരു ഇരയെ നേരിൽ കണ്ട് അവർ അനുഭവിക്കുന്ന മാനസിക പ്രയാസത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ച വരികൾ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ഈ ഒരു വിഷയത്തിന്റെ ഗുരുതരാവസ്ഥ കൂടുതൽ സമൂഹം തിരിച്ചറിയുന്നത് പോലും ഇത്തരത്തിൽ ഇരകളെ കാണുന്ന, അവരുടെ വിഷമം തിരിച്ചറിയുന്നവരുടെ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പങ്കുവെക്കുന്നതിലൂടെ കൂടിയാണ്. പക്ഷെ അതിൽ പറയുന്നുണ്ട്, ഇരകളെ സ്വാധീനിക്കാനുള്ള ശ്രമം പോലും നടക്കുന്ന ഘട്ടത്തിൽ ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ അത്തരം കാര്യങ്ങൾ കൂടി വരുമല്ലോ അല്ലേ? റോഷനി, സ്വാഭാവികമായും, കാരണം മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയുടെ ആ കുറിപ്പ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൈംബ്രാഞ്ചും അത് ഗൌരവത്തോടെ തന്നെയാണ് എടുത്തത്. കാരണം പെൺകുട്ടിയെ നേരിട്ട് കണ്ട, ഈ വിവാദങ്ങൾക്ക് ശേഷം ഇരയെ നേരിട്ട് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെ വെളിപ്പെടുത്തൽ ഗൌരവത്തോടെ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ ഈ കുട്ടി അനുഭവിക്കുന്ന ട്രോമയാണ്. വളരെ ഗുരുതരമായ ഒരു മാനസിക പ്രശ്നങ്ങളിലൂടെ ഈ പീഡനത്തിന് ശേഷമുണ്ടായ ആഘാതം അത് അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ്. കൃത്യമായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, കൃത്യമായ ചികിത്സ പോലും ലഭിച്ചിട്ടില്ല എന്ന ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ ഒരു വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. സ്വാഭാവികമായും ലക്ഷ്മി പത്മയിൽ നിന്നും ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടാനുള്ള സാധ്യതയുണ്ട്. കാരണം കുട്ടിയുടെ ആരോഗ്യസ്ഥിതി പോലും അപകടകരമാവുന്ന രീതിയിലാണ് ഈ ഗർഭഛിദ്രം നടത്തിയത്. അശാസ്ത്രീയമായ ഗർഭഛിദ്രമാണ്. അത് കൃത്യമായി ആ ടെലിഫോൺ സംഭാഷണത്തിൽ വ്യക്തമാകുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ കുട്ടിക്ക് ആവശ്യമായ ചികിത്സ ലഭ്യമാക്കണമെന്ന ആവശ്യം കൂടി സർക്കാർ മുന്നിലേക്ക് വരുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കേണ്ട സർക്കാരാണ്. നിലവിൽ പരാതിയുമായി വന്നില്ലെങ്കിൽ പോലും കേസെടുത്ത് അത് സംബന്ധിച്ച് കുട്ടികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. ശരി, റോഷിവാലാണ് വിശദാംശങ്ങൾ